B-21 പുതുതലമുറ ആണവ ബോംബർ വിമാനം അവതരിപ്പിച്ച് അമേരിക്ക. ലോകത്തിലെ ഏതു ഭാഗത്തും റഡാറുകളിൽ പെടാതെ സഞ്ചരിച്ച് ആക്രമിക്കാൻ ശേഷിയുള്ളവയാണ് ഈ ബോംബർ വിമാനങ്ങൾ. ഒരു വിമാനത്തിന് $700 ദശലക്ഷം വിലയുള്ള B-21 വിമാനം 100 എണ്ണമെങ്കിലും സ്വന്തമാക്കാനാണ് അമേരിക്കൻ വ്യോമസേനയുടെ തീരുമാനം. നിർമ്മാണ ഘട്ടത്തിലുള്ള B-21 വിമാനം അടുത്ത വർഷം US വ്യോമസേനയ്ക്ക് കൈമാറും. നോർത്ത്റോപ്പ് ഗ്രൂമാൻ കമ്പനിയാണ് അമേരിക്കൻ സേനയ്ക്ക് വേണ്ടി B-21 യുദ്ധവിമാനം നിർമ്മിക്കുന്നത്. ശീതയുദ്ധകാലത്ത് അമേരിക്ക വികസിപ്പിച്ചെടുത്ത B-52, B-2 റോക്ക് 1, B-1 ലാൻഡർ ബോംബർ വിമാനങ്ങളുടെ പകരക്കാരനായാണ് B-21 ബോംബർ വിമാനങ്ങളുടെ വരവ്. 21-ാം നൂറ്റാണ്ടിൽ അമേരിക്ക ആദ്യമായി നിർമ്മിക്കുന്ന ബോംബർ വിമാനം കൂടിയാണിത്. 2008 ഫെബ്രുവരിയിൽ B-52 വിമാനം ആൻഡേഴ്സൺ വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെ സാങ്കേതിക തകരാർ മൂലം തകർന്നതിനെ തുടർന്നാണ് US സാങ്കേതിക പിഴവുകൾ പരിഹരിച്ച് നവീകരിച്ച അത്യാധുനിക ബോംബർ വിമാനം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഞെട്ടലോടെയാണ് ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയുടെ പുതിയ നീക്കത്തെ കാണുന്നത്. കാരണം ആണവായുധങ്ങളെ സ്നേഹിക്കുന്ന അമേരിക്കയുടെ നടപടിയിൽ ഇന്നും ഉരുകി ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. 4 ദിവസങ്ങൾക്കിടയിൽ 2 വൻ നഗരങ്ങൾ ഓരോന്നും നിമിഷങ്ങൾക്കകം ചുട്ടുകരിക്കപ്പെടുകയും 10,000കണക്കിന് ആളുകൾ പൊള്ളലേറ്റും ശ്വാസം മുട്ടിയും കൂട്ടത്തോടെ മരിക്കുകയും ചെയ്ത ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും അങ്ങനെ ആണവായുധത്തിന്റെ അതിഭയാനകമായ സംഹാരശക്തിയുടെ ആദ്യത്തെ ഇരകളായി. 3/4 നൂറ്റാണ്ടിന് ശേഷവും ആ ദിനങ്ങൾ ഞെട്ടലോടെയാണ് ഓർമ്മിക്കുന്നത്. 2ാം ലോകമഹായുദ്ധം അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മാനവ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഈ കൂട്ടക്കൊലകൾ. എന്തുകൊണ്ടത് സംഭവിച്ചു? അതൊഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ? ഹിരോഷിമയും നാഗസാക്കിയും പിന്നീട് ആവർത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിനിനിയും ഇടവരാതിരിക്കാൻ വഴിയെന്ത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഈ സന്ദർഭത്തിൽ ഉയരുന്നുണ്ട്. അമേരിക്കയുടെ ഒരു B-29 ബോംബർ വിമാനം ഹിരോഷിമയുടെ മുകളിൽ ബോംബിട്ടത് 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ലിറ്റിൽ ബോയ് എന്ന് പേരിട്ടിരുന്ന ആ യുറേനിയം ബോംബിന്റെ സ്ഫോടനത്തിൽ നഗരം ഏതാണ്ട് പൂർണ്ണമായും നിലംപൊത്തി. സ്ഫോടനമുണ്ടാക്കിയ 6000 ഡിഗ്രി സെൽഷ്യസിൽ കവിഞ്ഞ ചൂടിലും തീജ്വാലയിലും 70,000 പേർ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വെന്തുമരിച്ചു. അതിലേക്കുള്ള ആവർത്തനമാണോ B-21ലൂടെ അമേരിക്ക ആവർത്തിക്കാൻ ഒരുങ്ങുന്നതെന്ന സംശയവും ഉയരുന്നുണ്ട്. ജീവനോടെ ബാക്കിയായവർ അനുഭവിച്ച വേദനയും യാതനയും അവർണ്ണനീയമായിരുന്നു. 3.5 ലക്ഷം പേർ പാർത്തിരുന്ന നഗരത്തിൽ മരിച്ചവരുടെ എണ്ണം ആ വർഷം അവസാനമായപ്പോഴേക്കും 1,40,000 ആണവ പ്രസരം മൂലമുണ്ടായ ക്യാൻസർ പോലുള്ള രോഗങ്ങളാൽ പിന്നെയും ദശകങ്ങളോളം ആളുകൾ മരിച്ചുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് 9 രാവിലെ 11 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയപ്പോഴായിരുന്നു നാഗസാക്കിയിലെ പ്ലൂട്ടോണിയം ബോംബ് ആക്രമണം. ഫാറ്റ്മാൻ എന്ന് പേരിട്ടിരുന്ന ആ ബോംബ് ഉടൻ കൊന്നൊടുക്കിയത് 40,000 പേരെ. അവിടെയും ജീവനോടെ ബാക്കിയായവർക്ക് ഗുരുതരമായ പരിക്കുകളും ആണവ പ്രസരം മൂലമുള്ള മാരക രോഗങ്ങളുമായി ദശകങ്ങളോളം മല്ലിടേണ്ടി വന്നുവെന്നതും അമേരിക്ക മറക്കാതിരുന്നാൽ കൊള്ളാം.